കൊല്ലം ഇരവിപുരം കുന്നത്തുകാവ് ക്ഷേത്രത്തിന്റെ സമീപത്തായി കാടിന് തീപിടിച്ചു. തീപിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ക്ഷേത്രം ഭാരവാഹികൾ തീയണയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും നിയന്ത്രണ വിധേയമല്ലായിരുന്നു. കൊല്ലത്തു നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കൊല്ലം ഇരവിപുരം കുന്നത്തുകാവ് ക്ഷേത്രത്തിന്റെ സമീപത്തായി കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. ക്ഷേത്രത്തിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ തൊട്ടടുത്തു തന്നെ ഒരു കുഴിയിലിട്ട് തീ കത്തിക്കുന്ന രീതി നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ തീ പുകഞ്ഞു കിടക്കുകയും പ്രദേശത്തേക്ക് വ്യാപിക്കുകയും ചെയ്തു. തീ പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ക്ഷേത്രം ഭാരവാഹികൾ തീ അണയ്ക്കുവാൻ ശ്രമിച്ചു. എങ്കിലും നിയന്ത്രണ വിധേയമായിരുന്നില്ല. കൊല്ലത്തെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് കൊല്ലത്തു നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. കഴിവുകൂടെ നമ്മളെ ഈ അമ്പലം എല്ലാ ദിവസവും രാവിലെ വൃത്തിയാക്കുകയും അത് നമുക്കൊരു കുഴിയുണ്ട് വലിയ, ആ കുഴിയിലേക്ക് നിക്ഷേപിക്കുകയും തീ കത്തിച്ച് കളയും ചാമ്പലാക്കി കളയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തീ അണഞ്ഞതിന് ശേഷമാണ് അടുത്ത കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ ഉണക്ക സമയമായതുകൊണ്ട് അങ്ങനെ അണഞ്ഞിട്ടതിന് ശേഷം മാത്രമേ അടുത്ത പരിപാടിയിലേക്ക് അവർ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം ഇവിടെ പ്രതിഷ്ഠാ ദിനം വരികയാണ്. 28-ാം തീയതി നമ്മുടെ പ്രതിഷ്ഠാ ദിനമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വൃത്തിയാക്കുന്ന ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഉള്ള പരിസരത്തുള്ള നമ്മളെ ഗ്ലാസ്സുകളും വേസ്റ്റുകളും എല്ലാം കൊണ്ടുവന്ന് ആ കുഴിക്കകത്ത് ഇട്ടു. അപ്പോൾ അത് പുകഞ്ഞ് ചെറുതായിട്ട് കത്തി. അവർ ശ്രദ്ധിക്കാത്ത ആ സമയത്ത് അത് തീ അങ്ങ് പടർന്നു പോവുകയായിരുന്നു. അപ്പം നമ്മൾ ഉണക്ക സമയമായതുകൊണ്ട് നല്ല രീതിയിൽ ഒരുപാട് നല്ല കുറ്റിക്കാട് പോലെ നല്ല ഉണങ്ങി നിൽക്കുന്ന പോച്ചയായിരുന്നു. അപ്പോൾ അതിലേക്കൊക്കെ പടർന്നു പോയപ്പോഴത്തേക്ക് അവര് നമ്മളെ വിളിച്ചു പറഞ്ഞു. എൻ്റെ വീട് എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. സർപ്പക്കാവ് കൂടിയുള്ള ക്ഷേത്രമായതിനാൽ കാവിന്റെ ഭാഗത്ത് കാട് മൂടിയ നിലയിലായിരുന്നു. എന്നാൽ കാവിന്റെ ഭാഗത്തേക്ക് തീ പടരാതിരുന്നത് കാവ് നിലനിർത്താൻ സാധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.